ആ നടപടിയെല്ലാം പ്രോസസ്സെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, PM ശ്രീ പദ്ധതിക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 165 സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തരേണ്ടത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് SSK എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് 1500 വരുന്ന കോടി രൂപ തരേണ്ടത് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള പ്രശ്നമാണുള്ളത്. നമ്മൾ അവരുടെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ തെറ്റായ സിലബസ് കൊണ്ടുവരുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന തെറ്റായ മറ്റൊരു മാർഗങ്ങളും നമുക്ക് തെറ്റും തോന്നുന്ന ഒരു മാർഗങ്ങളും സ്വീകരിക്കുന്നില്ല. ഇവിടെ നമുക്ക് 1500 കോടി രൂപ സാധാരണക്കാരനെയും പാവപ്പെട്ട പട്ടികജാതി അതുപോലുള്ള വിഭാഗത്തിൽ കിട്ടേണ്ട കാശ് നഷ്ടപ്പെടുത്തണോ വേണ്ടെന്നുള്ള പ്രശ്നമാണുള്ളത്. നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഗഡു ഉടനെ കിട്ടും. ഒന്നും നടത്തിയില്ല. ഒറ്റ കാര്യം ചിന്തിക്കില്ല. ഇനിയും നമുക്ക് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇനി എന്താ അവരുടെ സമീപനം നോക്കട്ടെ. 2077 കഴിഞ്ഞു. 2027 അത്ര കൃത്യം ഞാൻ അതെ നമുക്ക് 2-3 ഇനത്തിലുള്ള ഫണ്ടുണ്ട്. SSKയുടെ ഫണ്ടുണ്ട്. പിന്നെ വേറെന്ത സ്റ്റാർസ് പദ്ധതിയുടെ പദ്ധതിയുണ്ട്. SSKയുടെ ഭാഗമാണ് സ്റ്റാർസ് പദ്ധതി. സ്റ്റാർസ് പദ്ധതിയിലേക്കെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഈ വർണ്ണക്കൂടാരം 150ഓളം വരുന്ന വർണ്ണക്കൂടാരം ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു സുഖമില്ലാത്ത ഭിന്നശേഷി കുട്ടികളും അതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെയൊക്കെ ചികിത്സയ്ക്കൊക്കെ ഈ ഫണ്ടാണ് ഉപയോഗിക്കുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഓട്ടിസം സെൻറ്റേഴ്സിനെ സംരക്ഷിക്കുന്ന ഈ ഫണ്ട് ഉപയോഗിച്ചാണ്. 2 മാസക്കാലമായി അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല.